അവർ പറഞ്ഞു ഇന്നലെ 1 മണി സമയത്താണ്. ഇന്നലെ 1 മണി സമയത്താണ്. അതായത് ഇന്നലെ 1 മണി സമയത്ത് അപ്പോൾ ശതാധിപൻ മനസ്സിലാക്കി അതേ സമയത്തായിരുന്നു ഈശോ പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. മനസ്സിലാവും. അപ്പോൾ ഇന്നലെ 1 മണി സമയത്ത് എന്ന് പറഞ്ഞപ്പോൾ ശതാധിപൻ കണക്ക് കൂട്ടി ഇന്നലെ ആ 1 മണി സമയത്ത് തന്നെയാണ് ഈശോ പറഞ്ഞത്, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം പോലെ സംഭവിക്കും. അപ്പൊ അവിടെ ആ ഡിസ്റ്റൻസ് മനസ്സിലാക്കാം ഇല്ലേ? അതായത് ഇന്നലെ 1 മണിക്ക് സുഖപ്പെട്ടപ്പോൾ അവരവിടെ നിന്ന് യാത്ര തിരിച്ചതായിരുന്നു വിവരം അറിയിക്കാൻ. ഇപ്പൊ ഇന്ന് ഉദ്ദേശം 1 മണിയായി വിചാരിച്ചു. അപ്പൊ ഒരു ദിവസം അവരവിടെ നിന്ന് ഇവിടെ നിന്ന് പോരുന്നു. ശതാധിപൻ ആണെങ്കിൽ ഇന്നലെ 1 മണിക്ക് യേശുവിനെ കണ്ടു, പറഞ്ഞു, അവിടെ നിന്ന് 1 ദിവസം ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പൊ എത്ര ദിവസത്തെ യാത്രയായി? 2 ദിവസത്തെ യാത്ര ദൂരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം പലപ്പോഴും നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ. അതും ഈശോ പറയുന്നുണ്ട്. ഈശോ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്ത് വന്നു. കുഷ്ഠരോഗി വന്നിട്ട് പറയുന്നു, നീ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഈ രോഗം മാറും, എന്നെ ശുദ്ധീകരിക്കാൻ പറ്റും. ഈശോ അവൻ്റെ മേൽ തൊട്ടു. കാരണം അവര് തൊട്ടുകൂടാത്ത, അവര് കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ അവരൊരു മണി അടിച്ചുകൊണ്ടാണ് നടക്കേണ്ടത്. കാരണം ദൂരത്തുനിന്നേ അറിയണം കുഷ്ഠരോഗി ഇതിന് വരുന്നുണ്ടെങ്കിൽ ആളുകൾ വഴി മാറിപ്പോകണം, ആളുകൾ വഴി മാറിപ്പോകണം, അവർ അടുത്ത് വരാൻ പാടില്ല. പല കാരണങ്ങളുണ്ട്. ഒന്ന് അത് രോഗത്തിൻ്റെ പക്ഷേ രോഗത്തിൻ്റെ പ്രകൃതി അതായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് സമൂഹത്തിൽ നിന്നും അടുത്തുവരെ കാണാൻ പോലും പാടില്ലാത്ത ഒരു വർഗമായിട്ട് അവർ പരിഗണിക്കപ്പെട്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. ഒന്ന് കൈവീശി എല്ലാവരും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശു അവനെ തൊട്ടു സുഖപ്പെടുത്തുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ആ ജ്ഞാനത്തിൻ്റെ വചനം ഒന്ന് വായിക്കാം. ജ്ഞാനം ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. എല്ലാവരും ഉറക്കൊന്ന് വായിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകം ഉറക്കെ വായിച്ച് ആദ്യം മുതൽ വായിച്ച് 8 മുതൽ. ഭൂമിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും നന്നായി ക്രമപ്പെടുത്തുന്നു. ഞാൻ യൗവനം മുതൽ അവളെ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്തു. അവളെ വരിക്കാൻ ഞാൻ അഭിലഷിച്ചു. അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. ദൈവത്തോടൊത്ത് ജീവിച്ച് തന്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാറ്റിന്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി എല്ലാവരും ഒരു കരമുയർത്തി. എല്ലാറ്റിന്റെയും കർത്താവ് അവളെ സ്നേഹിക്കുന്നു. Praise the Lord. കണ്ടോ, എല്ലാറ്റിന്റെയും കർത്താവ്. സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? ജ്ഞാനത്തെ. കാരണം സൃഷ്ടാവിൻ്റെ സകല പ്രവർത്തനങ്ങളിലും ഈ ജ്ഞാനം സൃഷ്ടാവിനെ സഹായിക്കുന്നു. ഈ ഓലയിലും ഈ കവുങ്ങിലും ഈ പൂക്കളിലും എല്ലാം സൃഷ്ടിച്ചത് ജ്ഞാനമാണ്. ആ ജ്ഞാനമാണ് സൃഷ്ടാവിൻ്റെ ഒപ്പം പ്രവർത്തിച്ചത്. അതിനു മുമ്പുള്ള ഒരു വായിച്ചേ.
ദൈവത്തോടൊത്ത് കണ്ടോ, ദൈവത്തോടൊത്ത് ജീവിച്ച് തന്റെ കുലീന ജന്മം അവൾ മഹത്വപ്പെടുത്തുന്നു. ഓക്കെ, ഇനി അടുത്ത് വായിക്കാം. കണ്ടിന്യൂ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളി. ഒന്നെല്ലാവരും ഉച്ചത്തിൽ ആ വചനേറ്റ് പറഞ്ഞ്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ഒന്നുകൂടി, ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. കണ്ടു, നമ്മൾ എന്താ നിത്യജീവൻ എന്ന് പറയുന്നത്? ഏകസത്യദൈവമായ അങ്ങയെക്കുറിച്ചും അങ്ങയച്ച യേശുക്രിസ്തുവിനെ കുറിച്ചുമുള്ള അറിവ്. ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള വിസ്ഡം, അതിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും? നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത് അസാധ്യമാണ്. മറിച്ച് ദൈവത്തിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ ജ്ഞാനത്തെ തന്റെ സിംഹാസനത്തിൽ നിന്നും ദൈവം നമ്മിലേക്ക് അയച്ചു തന്നിരിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ ഈ ജ്ഞാനം നമ്മൾ എല്ലാവരിലും വാസമർപ്പിച്ചിരിക്കുന്നു. ആ ജ്ഞാനമാണ് ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യപടി. അതുകൊണ്ട് വായിച്ചത്, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. കണ്ടോ, അപ്പൊ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളി, ഒരു പാർട്ട്ണറെ പോലെ, ഒരു പങ്കുവേലക്കാരനെ പോലെ, ഒരുമിച്ചൊരു കോവർക്കർ, ദൈവത്തിൻ്റെ ഒരു കോവർക്കറായിട്ട്, ഒരു കൊലീഗ്, നമ്മുടെ ഒരു സഹപ്രവർത്തകരെ പോലെ ജ്ഞാനം ദൈവത്തോടൊപ്പം സകല പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. അപ്പോൾ അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങളിലുള്ള കൂട്ടാളി നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വിദഗ്ധമായിട്ട് നയിക്കുമോ ഇല്ലയോ? നമ്മളൊരു ദിവസം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു അവരുടെ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു, ഇത് നിങ്ങൾ തന്നെ പണിതാണോ അതേപോലെ ആരെങ്കിലും കോൺട്രാക്ടർമാരെയോ വല്ല ആർക്കിടെക്ചറോ? ചോദിച്ചു, തന്നെത്താനെന്ന് ഇതൊരു വളരെ പ്രസിദ്ധനായ ഒരു ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഡിസൈൻ എല്ലാം ഉണ്ടാക്കി, പുള്ളിയാണത് പഠിച്ചത്. അത് ശരി, അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും തരാമോ? കാരണം എനിക്കും ഒരു വീട് പണിയണമെന്ന് വലിയ താല്പര്യമുണ്ട്. എങ്കിൽ അദ്ദേഹം ഇപ്പം ഇത്രയും പ്രൂഫാണല്ലേ, പുള്ളി പണിതിരിക്കുന്ന വീട് ഇത്ര മനോഹരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് കണ്ടപ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ ആ ആർക്കിടെക്ചറിനെ തന്നെ നമ്മളുടെ വീട് പണിക്കും നമുക്ക് ഒന്ന് ഉപയോഗിക്കാം. കാശതായാലും ആരായാലും കൊടുക്കണം ഇല്ലേ? പക്ഷേ കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് മനോഹരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആർക്കിടെക്റ്റിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ആർക്കിടെക്ട്, അതായത് ഈ പണിയിൽ കൂട്ടാളി, ഈ നിർമ്മാണത്തിൽ കൂട്ടാളിയായി പ്രവർത്തിച്ച, ആരുടെ നിർമ്മാണത്തിൽ? ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചതിൽ ദൈവത്തിനോടൊപ്പം ആർക്കിടെക്റ്റ് ആയിട്ട് പ്രവർത്തിച്ച അവൾ ആരാണവൾ? ആ കൂട്ടാളി, ആ ജ്ഞാനം നമ്മളോടൊത്ത് വരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ആ സ്റ്റാൻഡേർഡിൽ നിൽക്കും. ഏത് സ്റ്റാൻഡേർഡിൽ? ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്റ്റാൻഡേർഡ്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ഐഡിയ ഇല്ല? അല്ലെങ്കിൽ നമ്മൾ വീടുണ്ടാക്കില്ല, പറയണ്ടാവും. ചിലപ്പോൾ നോക്കുമ്പോൾ ആ വിചാരിൽ ശരിയാവില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ ശരിയാവില്ല. നോക്കി ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ആ കൊളുത്തൊക്കെ ശരിയാവണം കണ്ടിട്ടുണ്ടോ?
വളരെ അപൂർവം. എന്തുകൊണ്ടാണ് നമ്മൾ അത്രയും ശ്രദ്ധിക്കാണ്ട്? എന്തോ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം ഞാനൊരു കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ മാത്രമായിട്ട് ഞാനൊരു ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ കൂടിയായിരുന്നു. ഇൻസ്പെക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഞാൻ ദൂരത്ത് വരുമ്പോഴേ തന്നെ ആളുകൾ വരക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ അങ്ങനെ എന്താണ് ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഞാൻ പറയും, അത് 1 മില്ലിമീറ്ററിന് അവിടെ തെറ്റുണ്ടല്ലോ, അവിടെ ഒരു അല്പം അത് ചെരിഞ്ഞാണല്ലോ നിൽക്കണേ. പിടിച്ചല്ലോടാ നമ്മളെ സാറേ, അതങ്ങനെ തെറ്റുപറ്റില്ല. അതുകൊണ്ട് കാര്യമില്ല, അത് രണ്ടാമത് പണിയാനായിട്ട് ശരിയാവില്ല. നമ്മളിത് എന്നേക്കുമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനം നമ്മൾ പണിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റുപറ്റി ശരി, പക്ഷേ തെറ്റുപറ്റിയെങ്കിൽ രണ്ടാമത് പണിതോ. നമ്മളുടെ പണിക്കാരുടെ അവസ്ഥ ഒരു കാര്യം ഭംഗിയിൽ കൃത്യമായിട്ട് പണിയാൻ എന്തോരം ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞില്ല, സായിപ്പ് എന്നെ വളരെ ഇഷ്ടമായി. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ശരിക്കും പണിതില്ലെങ്കിൽ ഞാൻ വേഗം തോമസ് പോളിനെ വിളിക്കൂട്ടാം എന്ന് പറഞ്ഞാൽ അവർ 2 പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ പിന്നെ അവരോട് പറയും, നിങ്ങൾ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിരിക്കും, സോറി, ഞാൻ കാശ് തരുന്നു, എനിക്ക് കൃത്യമായി പണിത് കിട്ടും, അതുകൊണ്ട് ഞാൻ വേറെ ആളെടുത്തോട്ട് പണിച്ചോളാം. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി എങ്ങനെയെങ്കിലും ചെയ്യുന്നതിലല്ല അതിൻ്റെ ഭംഗി, ഇല്ലേ? അത് കൃത്യമായി ചെയ്യുന്നതിനുള്ള ജ്ഞാനവും കൂടി ദൈവം നമുക്ക് തരുന്നുണ്ട്. ചിലരത് ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്. കെയർലെസ്നെസ്, നമ്മൾ വളരെ ശ്രദ്ധക്കുറവും അല്ലെങ്കിൽ ഈ ഒരു. അപ്പം നമ്മളെ സംബന്ധിച്ച് ആത്മീയമായ കാര്യങ്ങൾ എന്തു തന്നെയായാലും അത് നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല എന്നും പറഞ്ഞൊരു സുല്ലിട്ടിരിക്കുന്നു. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ ഇത് ശരിയാവില്ല. അതിന് ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ കൂട്ടാളിയായ ജ്ഞാനത്തെ നമുക്ക് ദൈവം തരികയാണ്. ആ കൂട്ടാളിയോടൊപ്പം പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായിരിക്കും, വളരെ മനോഹരമായിരിക്കും. ഒന്ന് സ്തുതിച്ച് എല്ലാവരും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഓ ജ്ഞാനമേ, ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജ്ഞാനമേ, ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജ്ഞാനമേ, ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ. ദൈവത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജ്ഞാനമേ. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വചനം വായിക്കാം. ധനസമ്പാദനം. എല്ലാവരും കരമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനമെന്തുണ്ട്? സർവ്വതും സാധ്യമാക്കുന്ന. ഇന്ന് ലോകത്തിൻ്റെ കാഴ്ചപ്പാട് മുഴുവനും നമ്മൾ ക്ഷമിക്കണം, നമ്മുടെ ആധ്യാത്മിക രംഗത്ത്, പള്ളിയായാലും അല്ലെങ്കിൽ ആത്മീയ രംഗത്തും ഉള്ളവരുടെ കാഴ്ചപ്പാട് മുഴുവനും ഏകദേശം ഒരുപോലെ ആയിട്ടുണ്ട്. എന്താ, എവിടെയെങ്കിലും ഒരു ധനസമ്പാദനത്തിൻ്റെ ഒരു അംശം അവിടെ ഉണ്ടാവും. ഒരിക്കൽ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, അതിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കും, ഞങ്ങൾക്ക് ഇവിടെ ഒരു കെട്ടിടം പണിത് അത് വാടകയ്ക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് തോന്നി. പക്ഷെ അതിന് പെർമിഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പെർമിഷൻ മേടിക്കണം. ഞാൻ പറഞ്ഞു, നമ്മളുടെ ദൗത്യം എന്താ? നമ്മളുടെ ദൗത്യം ഇങ്ങനെ ധനസമ്പാദനം നടത്തി ജീവിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് കണ്ടു. 22 വർഷം മുമ്പ് എനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല ജോലി ഞാൻ വിട്ടിട്ട് ദൈവം എന്നോട് പറഞ്ഞു, നീ നോക്കൂ, ആകാശത്തിൽ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകൾ ശേഖരിക്കുന്നില്ല, അവരെക്കാൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ. ആ ഒറ്റ വചനമാണ് എൻ്റെ ശമ്പളം. എന്താ ശമ്പളം? അവരെക്കാൾ ശ്രേഷ്ഠരാണ് നിങ്ങൾ. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്
നിനക്ക് ഞാൻ ഭക്ഷണം തന്നിരിക്കും. ഇതാണ് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററും എൻ്റെ സാലറിയും എല്ലാം. 22 വർഷമായി ഈ ശമ്പളത്തിൽ ജീവിക്കുന്നു. നാളെ എങ്ങനെ എവിടെ നിന്ന് പൈസ കിട്ടുമെന്ന് നമുക്കറിയില്ല, നമുക്കൊട്ടും അറിയില്ല. എപ്പോഴും എൻ്റെ ഇലക്ട്രിക് ബില്ലും അല്ലെങ്കിൽ ടെലിഫോണും മിക്കവാറും എല്ലാ മാസവും കട്ടാവും. ടെലിഫോൺ ബില്ല് കൊടുക്കാൻ പോലും പൈസയില്ല. എന്നാൽ എപ്പോഴും ഇത് വീണ്ടും കണക്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഫോൺ തെറി പറയും, എത്ര മാസം നിങ്ങൾക്ക് സംഭവിക്കണം, എന്തുകൊണ്ടാണ് ഇതിൽ നേരത്തെ അടച്ചാൽ എന്താ എന്നും പറഞ്ഞു ഈ വഴക്ക് നമ്മൾ കേൾക്കണം. അതെല്ലാം നമ്മുടെ അഭിഷേകമാണ്. അപ്പോൾ അവർ പറയും, ബ്രദറെ ഞങ്ങളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് കേൾക്കണമല്ലോ. ഞാൻ പറയും, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ പോയി കേൾക്കാം. ഇല്ല ബ്രദർ പോകണം, നിങ്ങൾ ആരെങ്കിലും പോയി അടച്ചോളാം. പക്ഷേ എന്നാലും ഇത് നടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കർത്താവിൻ്റെ ദാരിദ്ര്യം കൂടി അനുഭവിച്ചിട്ട് നമ്മളെ ഇത് നടത്തിപ്പിക്കുള്ളൂ. അല്ലെങ്കിൽ എന്തിനാണ് ഈ തമ്പുരാൻ ഈ കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നത്? ഈ തമ്പുരാന് വലിയ എന്തെങ്കിലും മഹലിൽ പിറക്കായിരുന്നില്ല. അപ്പൊ ദാരിദ്ര്യത്തിന് വളരെ ശക്തിയുണ്ടെന്നും ദാരിദ്ര്യവും മാമോനും എതിരാണെന്നും ഉള്ള ഒരു ജ്ഞാനമാണ്. മനസ്സിലായോ? മാമോൻ ദാരിദ്ര്യവും രണ്ടും ഓപ്പോസിറ്റാണ്. ദൈവവും മാമോനും. ദൈവത്തിൻ്റെ കൂടെ ആണ് ദാരിദ്ര്യം, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ നമ്മൾ ആ ദാരിദ്ര്യത്തിൻ്റെ കൂട്ട് നമ്മൾ സാവധാനം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിൻ്റെ കൂട്ട് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ പ്രാർത്ഥനകളും ഒരു ഭൗതികമായ മാനമാണ് നോക്കുന്നത്. എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, ഇത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അത് ഓപ്പോസിറ്റാണ് ജ്ഞാനത്തിൽ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ചായുവരില്ല. മറിച്ച് അതിനേക്കാൾ അതാണ് ധനസമ്പാദനം. നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ധനം എന്താണ്? ജ്ഞാനമാണ്. ഞാൻ ഒരാഴ്ച പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഞാൻ ഈ യൂറോപ്പിലൊക്കെ ആണെങ്കിലും എനിക്ക് അവിടെ വീടോ അവിടെ കുടിയോ അവിടെ സെറ്റിൽമെൻറ്റോ ഒന്നുമില്ല. ആളുകൾ എന്നോട് ചോദിക്കും, ബ്രദർ യൂറോപ്പിൽ സെറ്റിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥമേ എനിക്ക് അറിഞ്ഞൂടെ എന്താ സെറ്റിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറയും, ഞാനിപ്പോൾ അധികം സമയം യൂറോപ്പിലാണെന്ന് പറയും. പക്ഷേ ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ പോയി സ്ഥലവും വീടും ഒക്കെ മേടിച്ച് അവിടെ അങ്ങ് സെറ്റിലായി എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ധനസമ്പാദ്യങ്ങളൊക്കെ വകുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും നമ്മുടെ സ്ഥിതി ടെലിഫോൺ ബില്ല്, ടെലിഫോൺ കട്ടാവും, ടെലിഫോൺ ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. കിട്ടുന്ന ഓരോ പൈസയും ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ നമ്മളുടെ സ്വന്തമായിട്ട് ഒന്നിനും ഉപയോഗിക്കുന്നില്ല. എപ്പോഴും നമ്മൾക്ക് ഒരു ദാരിദ്ര്യം ഉണ്ടായിരിക്കും, എപ്പോഴും ഉണ്ടായിരിക്കും ഒരു ദാരിദ്ര്യം. എപ്പോഴും ഓരോ മാസവും ആ 31-ാം തീയതി അല്ലെങ്കിൽ 3-ാം തീയതിയാണ് നമ്മളുടെ വാടക കൊടുക്കേണ്ട സമയം. 5-ാം തീയതി ആകുമ്പോഴേക്കും ഇൻഷുറൻസ് അടയ്ക്കണം. 10-ാം തീയതി ആകുമ്പോഴേക്കും മറ്റ് പല ഓരോ ബില്ലുകൾക്കും കൊടുക്കണം. ഇതെല്ലാം അതിൻ്റെ തലേ ദിവസം വരെ എവിടുന്ന വരുന്ന പറഞ്ഞില്ല. അതുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കാം. ചില സമയത്ത് വളരെ ബുദ്ധിമുട്ടിലാണ്. ഒരിക്കൽ നമ്മുടെ ഫ്ലാറ്റിൽ ഉണ്ടായതാണ്. ഞങ്ങൾ 26 പേര് അന്ന് ഫ്ലാറ്റിലുണ്ട്, നമ്മുടെ കൂടെയുള്ള ഇവരടക്കം 26 പേര് ഫ്ലാറ്റിലന്നുണ്ട്. അന്നൊരു ദിവസം രാത്രി ജെയിൻ പറഞ്ഞു, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ നീ കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ? നേരത്തെ പറഞ്ഞാലും ഞാൻ പേഴ്സെടുത്ത് നോക്കിയപ്പോൾ എൻ്റെ പോക്കറ്റിലൊന്നുമില്ലാതെ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വത്സ എൻ്റെ ഭാര്യ ഇടയ്ക്കിങ്ങനെ നോക്കുന്നുണ്ട്, കണ്ടോ? ഇപ്പോൾ മനസ്സിലായില്ലേ? ജോലിയെല്ലാം കഴിഞ്ഞ് ജോലിയെല്ലാം വിട്ട് ഈ പരിപാടിക്ക് നമുക്ക് വല്ല ആവശ്യമുണ്ടായെന്നുള്ള ഒരു
അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴല്ലേ ഈ പ്രശ്നമൊക്കെ അറിയുള്ളൂ. ഞാൻ എപ്പോഴും പുറത്തല്ലേ, അപ്പോൾ വീട്ടിലെ പ്രശ്നമല്ല എനിക്ക് അറിയില്ലല്ലോ. ഇവിടെ 16 പേരുണ്ട് എന്നാൽ ഇവർക്ക് ഭക്ഷണത്തിന് എന്ത് വകയിട്ടുന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത് അത് കർത്താവ് എങ്ങനെയെങ്കിലും ക്രമീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് വീണ്ടും ആ പക്ഷികളെ കാണിക്കുകയാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുക. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും തീറ്റിപ്പോറ്റ്. പിന്നീട് കാലത്ത് അതിൻ്റെ ഒരു പാട്ട് ഞാൻ എഴുതി. ആകാശത്തിലെ പക്ഷികളെ ഒന്നും നോക്കുന്നു, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല. സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു, അവയെ തീറ്റിപ്പോറ്റുന്നു. സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്നു, അവയെ തീറ്റിപ്പോറ്റുന്നു. ആകുലരാകേണ്ട, നിങ്ങൾ ആകുലരാകേണ്ട, 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 നിങ്ങൾ ആകുലരാകേണ്ട, ആകുലരാകേണ്ട. പക്ഷെ രാവിലെ എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, കർത്താവ് പറഞ്ഞു ഈ പക്ഷികൾ ശ്രേഷ്ഠരാണ്. 6:30 ഞങ്ങൾ പള്ളിയിൽ പോകാൻ എല്ലാവരും പുറത്തിറങ്ങണം. അപ്പോൾ ഇവരാദ്യം ഇറങ്ങി. ഇറങ്ങുമ്പോൾ ഒരാൾ വലിയൊരു ബാസ്ക്കറ്റ് ഈ വലിയ കൊട്ടയിൽ നിറച്ച് ബ്രെഡും പഴവുമായിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ചെയ്യുന്ന ആരോഗ്യത്തിൽ ഒരാൾ കുറേ ബ്രെഡും അപ്പമൊക്കെ ആയിട്ട് രാവിലെ വന്നേക്കണം. നമ്മളിത് മേടിക്കണോ? മേടിക്കണ്ടേ? ഇത് നമ്മൾ ഇത്ര വൈകുന്നേരത്ത് എന്താ കർത്താവ് നമ്മളോട് പറഞ്ഞത്? ഈ ആകാശത്തിലെ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഭക്ഷണം തരുകയില്ല. അപ്പോ ഞാൻ ഉടനെ ഇറങ്ങിച്ചെന്ന്, എന്തിനാ? ഇതാരാ? കാരണം ഇത് കർത്താവിൻ്റെ അരുളപ്പാടാണ്. കർത്താവ് ആരോടോ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അയാളൊരു കാർഡ്, ഒരു വിസിറ്റിംഗ് കാർഡ് തന്നേക്കണം. ഈ കാർഡ് കാരനാണ് ഇത് അയച്ചത്, ഒരു എൻജിനീയർ സാർ. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ ഉടമസ്ഥ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നു, ഇപ്പോൾ പുറത്ത് പോയില്ല. അപ്പോൾ അവർ പറയുകയാണ്, ഇന്നലെ രാവിലെ വൈകുന്നേരത്ത് ഞങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ, ഷോപ്പിങ്ങിന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തോന്നി കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവിടെ മിനിസ്ട്രിയിലേക്ക് അയക്കാം. അവിടെ ഇത്ര പേരുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, നിർദ്ദേശം എത്ര മണിക്കാം? 7 മണി സമയത്തായിരുന്നു. പറഞ്ഞു മൈക്ക് കണക്റ്റാണ്. ഇല്ല, ഓക്കെ. ഈ ഫോറിനിലെല്ലാം ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോഴെല്ലാം കിട്ടിയിരിക്കുന്ന ഒരു ബോധ്യം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ, അവരെ കുറ്റം മറ്റു കാര്യമില്ല. അവരെന്തിനാ ഫോറിനിൽ പോകണം? ഫോറിനിൽ പോകണം എന്തിനാ? ധനസമ്പാദനത്തിന് വേണ്ടിയാണ്. പക്ഷേ വാസ്തവത്തിൽ ഈ ഫോറിനിൽ നമ്മുടെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോയിരിക്കുന്നത് ബൈബിളിൻ്റെ ഒരു വലിയ കുടിയേറ്റം. അബ്രാഹത്തിനോട് പറഞ്ഞു, നീ നിന്റെ ജനിച്ച വീടും നാടും വിട്ട് ഞാൻ പറയുന്ന ഫോറിനിലേക്ക് വരിക. ഫോറിൻ ഇല്ലേ? അവിടെ നിന്ന് വീണ്ടും വിട്ട് ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ നിന്ന് വിട്ട് വീണ്ടും. അപ്പോൾ ഇതിനെ ബൈബിള് മുഴുവനും ഒരു കുടിയേറ്റ സംസ്കാരം തന്നെയാണ്. വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ ആളുകളെ ഫോറിനിലേക്ക് കൊണ്ടുപോകുന്നത് കർത്താവ്. അതിൻ്റെ കർത്താവിൻ്റെ പദ്ധതി ഈ വിശ്വാസത്തിൻ്റെ ഉപ്പ്, ഈ വിശ്വാസത്തിൻ്റെ പുളിപ്പ് കുറച്ച് അവിടെ പ്രസരിക്കണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ഉണർവാണ്. ഇപ്പോൾ നമ്മുടെ നമ്മുടെ അവിടെയുള്ള ഫോറിനിലുള്ള മലയാളികളിൽ വളരെ ശക്തമായ ഒരു നവീകരണ തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശരിക്കും ഉപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
യൂറോപ്പിൽ അധികമില്ല. യൂറോപ്പിൽ നമ്മൾ അധികം പ്രവർത്തിക്കുന്നത് അവിടത്തുകാരുടെ ഇടയിലാണ്. പക്ഷേ അമേരിക്കയിൽ, ഇംഗ്ലണ്ടിലെല്ലാം നമ്മുടെ മലയാളികൾ ശക്തമായ ഒരു നവീകരണ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണത് അവർ ആ വെളിച്ചം ശരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലരും ഈ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നം എന്താ? സാമ്പത്തിക പ്രശ്നം. എല്ലാവരുടെയും പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. ഞാനിതിപ്പോൾ ഒരു ആശയം ഒന്ന് പറയണത്, നമുക്കും ഉണ്ടാവും സാമ്പത്തിക പ്രശ്നം. ഏറ്റവും നല്ല പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണ്. കാരണം പൈസ വന്നു കഴിഞ്ഞാൽ പ്രശ്നം മാറി. പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രശ്നം വേണം. പ്രശ്നമില്ലെങ്കിൽ, സാമ്പത്തിക പ്രശ്നമില്ലെങ്കിൽ കർത്താവിൻ്റെ ദാരിദ്ര്യമായിട്ട് നമുക്ക് പങ്കുചേരാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ സാമ്പത്തിക പ്രശ്നം പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് മാറരുത്. അപ്പൊ ഇത് ചിലവര് എൻ്റെ ബ്രദറ് ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഈ സാമ്പത്തിക പ്രശ്നം മാറണില്ല. ഞാനപ്പോ പറയും സന്തോഷത്തോടെ എന്താ പത്രിക്കണം. ഇത് മാറാണെങ്കിൽ ഇവിടെ അഭിഷേകമൊക്കെ പോകും. ചിലപ്പോൾ കർത്താവിനെ തന്നെ മറന്നൊന്നും വരും. അപ്പോൾ ധനസമ്പാദന, ഇതാണ് നമ്മളിപ്പോൾ ആരെയും ക്രിട്ടിസൈസ് ഒന്നും ചെയ്തില്ലല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിക്കണം. നമ്മളുടെ പൊതു പ്രസ്ഥാനങ്ങളെല്ലാം, ക്രിസ്തീയ പ്രസ്ഥാനങ്ങളെല്ലാം, സ്കൂളുകൾ, കോളേജുകൾ, പള്ളികൾ, പള്ളിയുടെ അടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇതെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നതാണോ എന്ന് ഒന്ന് ചോദിച്ചു നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഡാർജിലിംഗിൽ ഒരു അഡറേഷൻ സെൻറ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു തൊഴുത്ത് മാതിരി ഒരു ഭവനത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. ഇതുപോലെ ലോകത്തിൽ എങ്ങും ഒരു അഡറേഷൻ സെൻറ്റർ ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് എന്നോട് വീണ്ടും അവിടെ ഒരു ചാപ്പൽ പണിയാൻ പറഞ്ഞിരിക്കുന്നത്, ചാണകം കൊണ്ട് മെഴുകി വൈക്കോല് കൊണ്ട് മെനഞ്ഞ ഒരു ചാപ്പൽ എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചു. മറുവശത്ത് നമ്മളെല്ലാം എയർ കണ്ടീഷൻ റൂമുകളും മൊസൈക്ക് ഫ്ലോറുകളും മാർബിൾ ഫ്ലോറുകളും വളരെ ആധുനികമായി ഗോൾഡൻ ഫ്രെയിമുകളും എല്ലാം ഉള്ള ചാപ്പലുകളും ഉണ്ട്. യൂറോപ്പിലും ഉള്ള വലിയ പള്ളികളുണ്ട്. എന്താ പ്രയോജനം? ഒരു മനുഷ്യൻ പോലും ഇന്ന് അതിൽ കയറാനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയല്ല. അതും ദൈവത്തിൻ്റെ സന്ദേശം കിട്ടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വാസ്തവത്തിൽ, എനിക്ക് എപ്പോഴും നമ്മുടെ നാട്ടിൽ വരുമ്പോഴുള്ള, ഞാൻ അധികവും ഉത്തരേന്ത്യയിലും ഡാർജിലിംഗ് അല്ലെങ്കിൽ കൽക്കട്ടയിലും മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ആശ്രമത്തിലും ഒറീസയിലും ഇവിടെയൊക്കെ പോയി ധ്യാനം നടത്താറുണ്ട്. കേരളത്തിൽ അധികം ധ്യാനങ്ങളില്ലെങ്കിലും അവിടെ എല്ലാം എനിക്ക് അനുഭവിക്കുന്ന വലിയ ഒരു ശക്തി നമ്മുടെ ദരിദ്രരായ ആളുകളുടെ ശക്തിയാണ്. ഞാൻ എപ്പോഴും ചോറുള്ള നേരത്തെ ഒരു പച്ചമുളക് ഇങ്ങനെ കടിച്ച് തിന്നും. ചിലപ്പോൾ പച്ചമുളക്, ഒരു കാന്താരി മുളക് അല്ലെങ്കിൽ നീളമുള്ള പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ കടിച്ച്, എനിക്കത് കടിക്കാൻ തോന്നുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കഥ. ഈ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബീഹാറിലും ഒറീസയിലെല്ലാം പോകുമ്പോൾ അവിടെയുള്ള പണിക്കാരും ദരിദ്രരായിട്ടുള്ള ആളുകളുടെയും ഭക്ഷണം കഴിക്കുന്ന രീതി എന്നെ വളരെയധികം ആസ്വദിപ്പിച്ചു. എന്താ, അവർക്ക് എന്തോ ഒരു ആസ്വാദകരമായിട്ട് അവർ കഴിക്കുന്നത്. എന്താ കഴിക്കണേ? കുറേ ചോറും ഇത്തിരി ഉരുളക്കിഴങ്ങും ഒരു പച്ചമുളകും. എന്നിട്ട് ആ ചോറിങ്ങനെ കുഴച്ച് അവരങ്ങ് വെച്ചിട്ട് പച്ചമുളക് അങ്ങ് ഒടിച്ചങ്ങ് വയ്ക്കുമ്പോൾ എന്തൊരു രുചി! ഇത് എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് ഇടയ്ക്ക്. ഇതിപ്പോൾ യൂറോപ്പിൽ നമുക്ക് മുളകൊന്നും അധികം കിട്ടില്ല. അപ്പോൾ ഇവിടെ ചില സമയത്ത് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കടയിൽ കയറി കുറച്ച് മുളക് ഉള്ള ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നാറുണ്ട്. ഇതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ദാരിദ്ര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. ക്ഷമിക്കണം.
കാരണം കർത്താവ് ഇപ്പൊ നോക്കി, പോപ്പ് എങ്ങനെയാ വന്നിരിക്കുന്നത്? പോപ്പ് ആ ദാരിദ്ര്യത്തിന്റെ ഒരു പ്രവാചകനായിട്ടാണ് വീണ്ടും വരുന്നത്. എങ്ങനെ നമ്മുടെ സഭ മുഴുവനും കൂടുതൽ ദരിദ്രമാകണം? കർത്താവ് കാലിത്തൊഴുത്തിൽ ജീവിച്ച് ആ ജീവിതം മുഴുവൻ കാലത്ത് കർത്താവ് എവിടെയും ഒരു ധനസമ്പാദനത്തിനോ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനോ ഒരു ഫൈനാൻഷ്യൽ പ്രസ്ഥാനത്തിലൂടെ ദൈവരാജ്യം സംസ്ഥാപിതമാക്കാനോ നോക്കിയിട്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് അത്യാവശ്യത്തിലൊക്കെ വേണമായിരിക്കും. പക്ഷേ എങ്കിലും അത്യാവശ്യത്തിൽ കൂടുതൽ വേണം, അത്യാവശ്യത്തിൽ. അപ്പൊ ഇതെല്ലാം ജ്ഞാനത്തിന്റെ പ്രവർത്തനങ്ങളാണ്. നമ്മൾക്ക് കിട്ടാമെന്നുണ്ടെങ്കിൽ ജ്ഞാനമില്ലാതെ അത് മുഴുവൻ നമ്മളിൽ മേടിച്ചു വെച്ചിട്ട് നമുക്ക് ഭാരമായിരിക്കും, നമ്മുടെ അഭിഷേകത്തിന് കളങ്കമാകും. മാറുന്നത് ധനസമ്പാദനം, വായിക്കാവചനം, ധനസമ്പാദനം ജീവിതത്തിന് അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനമെന്തുണ്ട്? വീണ്ടും പലരും ചിന്തിക്കുന്നത് കുറെ കാശ് കിട്ടിയാൽ സർവ്വതും സാധ്യമാകുമെന്ന്. തെറ്റാണ്. കുറെ വസ്തുവകകൾ കിട്ടിയാൽ എല്ലാം സാധ്യമാകുമെന്നാണ്. ചിലർ വിചാരിക്കും ഞാനൊന്ന് കുറെ ഫോറിനിൽ പോയി അല്ലെങ്കിൽ അവിടെ പോയി ജോലി ചെയ്ത് കുറെ കാശുണ്ടാക്കി കുറെ എസ്റ്റേറ്റും കുറെ ഇതൊക്കെ വാങ്ങി ഇട്ടതിന് ശേഷം പിന്നെ ദൈവവേലയ്ക്ക് വരാം. കർത്താവിന് അവരാവശ്യമില്ല. ഇത് അങ്ങനത്തെ ഒരു റിട്ടയർ ഫോഴ്സ് ഒന്നുമല്ല. ഇതൊന്ന് ചിന്തിച്ച് നോക്കി, എവിടെയാ നമ്മുടെ സഭ നിൽക്കുന്നത്? എവിടെയാ നമ്മുടെ ഇന്നത്തെ ക്രിസ്തീയ സമുദായം നിൽക്കുന്നത്? എവിടെയാ നമ്മളെ ഇന്നത്തെ ഓരോ പാരിഷുകളുടെയും നിൽക്കുന്നത്? നമ്മുടെ പാരിഷുകളിൽ തന്നെ ഒരു 500 പേരുള്ള ഒരു ഇടവകയാണെങ്കിൽ അതിൽ കഞ്ഞി കുടിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്, പുരയിടമില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ അതിൽ വളരെ വലിയ ധനവാന്മാരായിട്ടുള്ളവർ ഉണ്ട്. പെന്തക്കോസ്ത കഴിഞ്ഞിട്ടുണ്ടായ ഏറ്റവും വലിയ ഒരു കാര്യം, പെന്തക്കോസ്ത കഴിഞ്ഞിട്ടുണ്ടായത് എന്താ? അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 34-ാമത്തെ വചനം വായിച്ച്. 4-ാം അധ്യായം 34-ാമത്തെ വചനം. അപ്പോസ്തലർ 4-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുകയാണ്, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല. Praise the Lord. എന്താ അടുത്ത വചനം വായിച്ചേ? കാരണം പറമ്പും വീടും സ്വന്തമായിട്ടുണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. തുടർന്ന് ഓക്കെ, അത് മതി. അപ്പോ ഇതും പെന്തക്കോസ്തായുടെ അഭിഷേകമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയമായി ജീവിച്ചു. അവരുടെ ഇടയിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ ഇതും ദൈവാനുഭവത്തിന്റെ ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ ഒരുപാട് പേര് വളരെയധികം നന്മ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇല്ലെങ്കിലും എവിടെന്നെങ്കിലും ഉണ്ടാക്കി നമ്മളുടെ അടുത്തുള്ള ആളുകളെ സഹായിക്കുകയും വീടില്ലാത്തവർക്ക് വീടുണ്ടാവുകയും പഠിപ്പിക്കാനും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് മതിയോ? അത് മതിയായോ? അപ്പോൾ ഇവിടെ എല്ലാം ഇത് പറയാൻ കാരണം, ജ്ഞാനം നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആകർഷണം അല്ലെങ്കിൽ നമ്മുടെ പ്രിയോറിറ്റി ഈ ധനസമ്പാദനത്തിൻ്റെ ആ പ്രിയോറിറ്റി നിന്ന് വിട്ട് അതിനേക്കാൾ വലിയ ധനം ജ്ഞാനമാണെന്ന് നമ്മൾക്ക് ചിന്ത വരണം. ഒരു മിനിറ്റ് കൈവീശിയെന്ന് യേശുവേ സ്തോത്രം. അപ്പോ സമ്പത്താണ് നമ്മുടെ ബലം, പണമാണ് നമ്മുടെ ശക്തി, പണം കിട്ടിയാൽ എല്ലാം ഭംഗിയാകും എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ജ്ഞാനം കിട്ടൂല. അതിന് നേരെ ഓപ്പോസിറ്റാണ്. സോളമൻ
ഈ പണമോ ഇതൊന്നും അല്ല ചോദിച്ചത്. പക്ഷേ ജ്ഞാനം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം സോളമന് ഒരു രാജാവിനും ഇല്ലാത്തത്രയും കൂടുതൽ സമ്പത്ത് കൊടുത്തു നമ്മൾ. അപ്പോൾ ധനസമ്പാദനം നമുക്ക് അഭികാമ്യമാണെങ്കിൽ നമ്മൾ ആ ധനത്തെ ലക്ഷ്യം വെക്കാതെ ജ്ഞാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ ദൈവം നമുക്ക് ആവശ്യമുള്ളത്ര ധനം തരും. പലപ്പോഴും നമുക്കറിയാം, ഈ ജ്ഞാനമില്ലായ്മ കൊണ്ട് കിട്ടുന്ന ധനം തന്നെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ പറ്റാതെ നശിച്ചു പോകുന്ന അവസ്ഥ. അമേരിക്കയിലുള്ള ഒരു സഹോദരൻ പണ്ട് സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് ഉണ്ടായ ഒരു ഷെയറുകളുടെയൊക്കെ വില ഇടിഞ്ഞു വർഷങ്ങളായി. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു സഹോദരി പറയുകയാണ്, എൻ്റെ ബ്രദറെ, ഞങ്ങൾ ഇക്കാലം അത്രയും ജോലി ചെയ്ത് കിട്ടിയ കാശ് മുഴുവനും റിട്ടയർമെൻ്റ് ആയപ്പോൾ കിട്ടിയത് ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തുണ്ടായി? അത് തകർന്നു, ഞങ്ങളുടെ പൈസ കംപ്ലീറ്റ് പോയി. ഇത് താങ്ങാൻ പറ്റാതെ എൻ്റെ ഭർത്താവ് ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചു. ഈ മനസ്സിലായി, ജീവിതം മുഴുവനും ജോലി ചെയ്ത് കിട്ടിയ സമ്പാദ്യം മുഴുവനും റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ സ്പെക്കുലേറ്റീവ് ഷെയർ മാർക്കറ്റിലിട്ടു. ഒരുപാട് പേര് അങ്ങനെ സമ്പത്തിലൂടെ നമുക്ക് പൈസ കിട്ടി, ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്യുക, ആ പൈസ കൊണ്ട് അല്ലെങ്കിൽ ബിസിനസ് നടത്തി കൂടുതൽ കാശുണ്ടാക്കാൻ വേണ്ടി, അമിതമായി കാശുണ്ടാക്കാൻ വേണ്ടി നടത്തുന്നതെല്ലാം പരാജയപ്പെട്ടു. ഒരാൾ ജോലി കിട്ടി, നല്ല ജോലിയാണ്, ഭാര്യയ്ക്ക് ജോലി കിട്ടി, സംതൃപ്തമായിട്ട് ജീവിക്കാനുള്ള സംവിധാനമല്ല, പൈസയും ഇഷ്ടം പോലെ. അപ്പം ഇനി തോന്നുന്നത്, ഇനി ഈ ജോലി രാജിവെച്ച് ഒരു ബിസിനസ് തുടങ്ങാം. മനസ്സിലായി? അപ്പോൾ ആരെങ്കിലും അതിന് പാർട്ട്ണറും വരും, അവരും അതിനകത്ത് എന്തോ ഒരു അങ്ങനെ ഒരു പെട്രോൾ പമ്പ് മേടിച്ചു. പെട്രോൾ പമ്പ് വളരെ നന്നായിട്ട് നടക്കണം. അപ്പോൾ അടുത്ത പെട്രോൾ പമ്പ് മേടിച്ചു, അത് നന്നായിട്ട് നടന്നു. പിന്നെ മൂന്നാമതൊരു പെട്രോൾ പമ്പ് മേടിച്ചത് മുഴുവനും അത് കംപ്ലീറ്റ് റിപ്പയർ ചെയ്തെടുക്കണമായിരുന്നു. അതിൻ്റെ റിപ്പയറേ തീരുന്നില്ല. ഈ ഇന്നേ വരെ കിട്ടിയ ലാഭം മുഴുവനും അതിനകത്ത് ഇറക്കിയിട്ടും ഇത് നടക്കണില്ല. അങ്ങനെ ഈ 2 പെട്രോൾ പമ്പും വിൽക്കേണ്ടി വന്നു. എന്നിട്ടും അത് നടക്കുന്നില്ല. ഇപ്പൊ ഭാര്യ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും 2-3 സ്ഥലത്തൊക്കെ ജോലി നടത്തി എങ്ങനെയെങ്കിലും ഈ കടം തീർക്കാൻ നോക്കിയ. ഇതൊക്കെയാണ് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പ്രധാന കാരണം നമ്മൾ ദൈവിക ജ്ഞാനത്തിലൂടെ അല്ലാതെ സമ്പത്തിന്റെ വിനിമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഈ പ്രശ്നം വന്നാൽ ഇനി എന്താ ചെയ്യാം? അവിടെയും ദൈവത്തിന്റെ ജ്ഞാനമില്ലാതെ അതിൽ നിന്ന് കരകയറാൻ സാധിക്കില്ല. പ്രാർത്ഥിച്ചാൽ മാത്രം. ഈ ഇടയ്ക്ക് ഒരാൾ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോഴത്തെ സിറ്റുവേഷൻ 35 ലക്ഷം രൂപയുടെ ബാങ്ക് മോർഗേജ് അത് അവർ റിക്കവറി 35 ലക്ഷം അതേതാണ് 10 ലക്ഷം. പക്ഷെ ഞങ്ങൾ 50 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടി ബാങ്കിലുണ്ട്. പക്ഷെ അത് വിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി അവർ കടലാസുകൾ തന്നാലേ വിൽക്കാൻ പറ്റുള്ളൂ. അത് വിറ്റാൽ പൈസ കൊടുത്ത് എല്ലാം ക്ലിയർ ആക്കാം. പക്ഷെ വിൽക്കണേന് പേപ്പറൊക്കെ അവരുടെ കയ്യിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു 10-15 സുഹൃത്തുക്കളുടെ അടുക്കിയിരുന്ന ഒരു 2-3 ലക്ഷം രൂപ വെച്ചാൽ കൈവായ്പ മേടിക്കും, ഒരു മാസം കഴിയുമ്പോൾ തരാമെന്നും പറഞ്ഞു. അങ്ങനെ ആ പൈസ അങ്ങനെയല്ല, അത് അവൻ പറയാണ്, അങ്ങനെ ഒരു ഐഡിയ ഇന്നേ വരെ അവൻ ചിന്തിച്ചില്ല.
അവനൊരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. 35 ലക്ഷം 35 ലക്ഷം 35 ലക്ഷം എവിടെ നിന്ന് കിട്ടാനാ, 35 ലക്ഷം എവിടെ നിന്ന് കിട്ടാനാ. ഒരു 10 പേര് 3.5 ലക്ഷം രൂപ എന്ന് കഴിഞ്ഞാൽ 35 ലക്ഷം ആയില്ലേ? പലിശയില്ലാതെ വായ്പയായിട്ട്. അത് എനിക്ക് സാധിക്കും തോന്നുന്നുണ്ട്. 10 അല്ല, ഒരു 15 പേരൊക്കെ എനിക്കറിയാം. കുറേ പേര് അവിടെ ജോലിയുള്ളവരുണ്ട്. പിന്നെ നാട്ടിലൊക്കെ 2-3 ലക്ഷമൊക്കെ ചോദിച്ചാൽ വലിയ എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട്. എന്തിനു വേണം? ഒരു മാസത്തിനകത്ത് പ്രശ്നം തീർന്നു. ഇത് 2-3 വർഷമായിട്ട് കടിച്ചാൽപ്പെട്ടാണ്ട് ഈ 35 ലക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പലിശ കൂടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ജ്ഞാനമാണ് ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളെയും നമ്മൾക്ക് മാറ്റിത്തരുന്നത്. എന്ത് കുഴി ചെന്ന് ചാടിയാലും അവിടെയും നമ്മൾ എന്ത് ചോദിക്കണം? ദൈവമേ, ഇതിൽ നിന്ന് നീ തന്നെ രക്ഷിക്കണം. ഞാൻ നിന്റെ മകനാണ്, നിന്റെ മകൻ. അതാണ് ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും കരയണം. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റണം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ജ്ഞാനമുണ്ട്. നമ്മളെ നയിക്കാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സഹായിക്കാനും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന ജ്ഞാനത്തിന് വേണ്ടി ഒന്നുകൂടി പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ. ആരാധന ഒന്ന് ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്. ശരിയായില്ല എന്ന് പറഞ്ഞത് കുറച്ചും കൂടി പ്രാർത്ഥിച്ചാലേ ശരിയാവും. ഒന്നുകൂടി ഒന്ന് ദാഹത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ എനിക്ക് പെട്ടെന്ന് തോന്നാണ് ഇങ്ങനെ ഇത്രയും എല്ലാം പ്രയാസങ്ങളുണ്ടായിട്ട് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഈ ജോലിയൊക്കെ രാജിവെച്ച് പോകുന്നത് ശരിയായില്ല എന്ന് ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതാണ്, നമ്മൾക്ക് ഈ ശുശ്രൂഷയിൽ നിരന്തരം പ്രശ്നങ്ങളുണ്ടാവും. ഒരിക്കൽ പോലും നമ്മൾ പുറകോട്ട് പോകരുത്. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക കാര്യത്തിൻ്റെ മേഖലയിൽ ഒരിക്കൽ പോലും അയ്യോ ഇത് ചെയ്തത് തെറ്റായിപ്പോയല്ലോ, അല്ലെങ്കിൽ ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത് വെറുതെ ഈ പ്രശ്നത്തിൽ വെറുതെ ഈ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും. എന്ത് വലിയ സാമ്പത്തിക പ്രശ്നം ഉണ്ടായാലും അതെല്ലാം കർത്താവ് അനുവദിക്കുന്നതാണ്. കാരണം കർത്താവ് ദരിദ്രനായിരുന്നത് കൊണ്ട് ആ ദാരിദ്ര്യത്തിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ടാകണമല്ലേ? അതെങ്ങനെ ഉണ്ടാകും? അത് വെറും പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമോ? ഈ ദാരിദ്ര്യത്തിൻ്റെ അനുഭവം നമുക്ക് എങ്ങനെയുണ്ടാകും? ഇത് അനുഭവിച്ചാലേ നമുക്ക് ശരിക്കും ദൈവാനുഭവം ഉണ്ടാവും.
ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവമില്ലാണ്ട് എന്തെല്ലാം ദൈവാനുഭവം ഉണ്ടായാലും അത് പൂർത്തിയാവില്ല. അതാണ് ഇന്ന് യൂറോപ്പിൻ്റെയും മറ്റു രാജ്യങ്ങളുടെയും എല്ലാം അവസ്ഥ. അവർക്ക് ആ അനുഭവം ഉണ്ടാക്കാനും പറ്റില്ല. ഇപ്പം നമ്മൾ ഒരു ചെറിയ കുടിൽ വേണമെങ്കിൽ ഇവിടെ വെച്ച് കെട്ടി ഒരു ചാപ്പൽ ഉണ്ടാക്കാം. നമുക്ക് ആരുടെയും പെർമിഷൻ ആവശ്യമൊന്നും വലുതായിട്ട് വേണ്ട, ആരും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ യൂറോപ്പിൽ അത് പറ്റുമോ? അവിടെ കുഴിക്കണമെന്നുണ്ടെങ്കിൽ 100 പെർമിഷൻ വേണം. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ബിൽഡിംഗ് പണിയണമെന്നുണ്ടെങ്കിൽ അതിന് ഇന്ന സ്ട്രെങ്ത്തിൽ ഇന്ന തരത്തിലുള്ള മെറ്റൽ ഇന്ന സാധനം ഇന്നതുകൊണ്ട് ഇതേ ഡിസൈൻ ഉണ്ടായാലും പണിയാൻ പറ്റും. അപ്പോൾ ഇനി യൂറോപ്പിൽ ഒരു ദരിദ്രനെ ജീവിക്കുക സാധ്യമല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സാധ്യമാണ്. അതാണ് നമ്മുടെ ശക്തി. ഓക്കെ, ഇനി അടുത്ത വചനം, അത് കഴിഞ്ഞിട്ടുള്ള വചനം കൂടി ഒന്ന് വായിച്ച് ജ്ഞാനത്തിൻ്റെ അവിടെയാണ് സകലത്തും വിരചിക്കുന്ന അവൾ എന്നുള്ള ആ വചനം. അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിലും സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? അതാണ് ജ്ഞാനമാണ് അതിൻ്റെ ശില്പി എന്നുള്ള ഒരു സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? ഒന്ന് വായിച്ച എല്ലാവരും ശബ്ദമുയർത്തി. അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? എല്ലാവരും ഒന്ന് കരമുയർത്തി ശബ്ദം ഒന്നുകൂടി ദാഹത്തോടെ. അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? ഈ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ഗാനമാകണം എന്ന് ഞങ്ങൾ പല ഭാഗവതന്മാരോടും പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് മാറ്റമൊക്കെ വരുത്താണ്ട് ഇത് കട്ട ഒക്കില്ല എന്ന് പറഞ്ഞാൽ കട്ട ഒക്കില്ല. പിന്നെ എന്ത് ചെയ്യും? പക്ഷെ കർത്താവ് പറയണത് ഒന്നും മാറ്റാണ്ട്, ഒരു വാക്ക് പോലും മാറ്റാണ്ട് ഇതിന് ഉണ്ടാക്കണം. അപ്പോൾ ഈ സംഗീതത്തിൽ യാതൊരു വലിയ അഭ്യാസമൊന്നും പഠിക്കാത്ത ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ജ്ഞാനം നമുക്കിതിനൊക്കെ ഒരു ട്യൂൺ തന്നു. എങ്ങനെയുണ്ട് ആ ട്യൂൺ? ആരാണ് അതിൻ്റെ ശില്പി? ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. ആരിലൂടെ ഇതൊക്കെ ചെയ്തു? ഈ ഞങ്ങൾ സാധാരണ ആളുകളിലൂടെ. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഈ ബൈബിളിലെ സംഭവങ്ങളുടെ ഫിലിം ഉണ്ടാക്കണം, ചിത്രകഥകൾ ഉണ്ടാക്കണം. അതാണ് കാർട്ടൂൺ അനിമേഷൻ ഫിലിംസ്. ഇപ്പം നിങ്ങൾ ശാലോമിലൊക്കെ കാണുന്നുണ്ടാവില്ല. അത് മുഴുവനും നമ്മളുണ്ടാക്കുന്നതാണ്. അല്ലെങ്കിൽ ജ്ഞാനമാണ് അതിൻ്റെ ശില്പി. എനിക്ക് ഇതിനകത്ത് യാതൊരു അറിവില്ലാത്ത ആളാണ്. ഈ അനിമേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അനിമേഷൻ, അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കണം, അതിന് സ്റ്റോറി ബോർഡ് ഉണ്ടാക്കണം. അതൊക്കെ ഇപ്പോൾ സാവധാനം പഠിച്ചു. അങ്ങനെ ഒന്നും ABCD പോലും അറിയാത്ത നമ്മളെ കൊണ്ടാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കാർട്ടൂണായിട്ട് അത് മാറിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ജീസസ് വണ്ടർ എന്നാണ് അതിൻ്റെ പേര്. ചുമ്മാ ഗൂഗിളിലോ യൂട്യൂബിലോ ഒക്കെ ജീസസ് വണ്ടർ നടിച്ചാൽ മതി. ആ പേര് ആർക്കും കിട്ടിയിട്ടില്ല. ഇപ്പൊ 25ഓളം എപ്പിസോഡുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് 2007 തുടങ്ങിയതാണ്. 6 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ടീം, ഒരു കമ്പനി തന്നെ നിരന്തരം അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ആകർഷണം എന്ത് കാണാനാണ്? കാർട്ടൂൺ. നമ്മളും ഒരു കാർട്ടൂൺ ഇട്ട് കൊടുക്കും, പിള്ളേരെ കണ്ടിരുന്നുണ്ട്, നമുക്ക് ശല്യമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ കാർട്ടൂണിലെ ഏറ്റവും പ്രധാന ഒരു പ്രശ്നം, അധികവും മൃഗങ്ങളാണ് അതിലെ ക്യാരക്ടേഴ്സ്. എന്നാൽ അവർ സംസാരിക്കുന്നതെല്ലാം മനുഷ്യൻ്റെ ഭാഷയാണ്. എന്തോ ഒരു വലിയ ഒരു തെറ്റാണ്. നമ്മൾ മൃഗങ്ങളുടെ കോളം കെട്ടി പലതും ചെയ്തിട്ട് മനുഷ്യൻ്റെ ഭാഷ സംസാരിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഡിസൈൻമെന്റ് ഉണ്ടോ? അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് നമ്മൾ ചെറുപ്പത്തിലെ മൃഗങ്ങൾ മനുഷ്യരുടെ ഭാഷ സംസാരിക്കുന്നതിൻ്റെ ആശയം കയറ്റേണ്ടത് ആവശ്യം. അതൊരു അൺറിയലിസം അല്ലേ?
അങ്ങനെ ഒരു അൺറിയലിസ്റ്റിക് എമോഷൻ ഇവരുടെ അബോധ മനസ്സിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ ചില കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു കാർട്ടൂൺ തന്നെയായി മാറിയിരിക്കുന്നു. അവരെല്ലാം എന്തായി മാറിയിരിക്കുന്നു? അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ചിന്ത, അവരുടെ കണ്ണ്, അവരുടെ കാത്, അവരുടെ ഓരോ ഭാവങ്ങളും ആ കാർട്ടൂണിലെ മാതിരിയായിരിക്കുക. അവർക്ക് ചില പ്രത്യേക കാർട്ടൂണുകളെ ഇഷ്ടം. അതിൻ്റെ മുമ്പിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവരൊടിക്കും. അപ്പോൾ എന്തുണ്ടാകുന്നു? അവരുടെ ബുദ്ധിയും മനസ്സും ചിന്തയും എല്ലാം മറ്റ് സാങ്കല്പികമായ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫോർമേഷനിലേക്ക് പോകുന്നു. ഇപ്പൊ സിൻഡ്രേല എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ട്. കുട്ടികൾ പറഞ്ഞത് ഞാനത് കണ്ടിട്ടുണ്ട്. ഐ വാണ്ട് ടു ബി ലൈക്ക് സിൻഡ്രേല, സോ ഐ ഡോണ്ട് ഹാവ് ടു വർക്ക് എനിത്തിങ്. ഞാൻ ജോലി ഒന്നും ചെയ്യണ്ട, എനിക്ക് ഒരുപാട് തോഴിമാരുണ്ടാകും. ഓ പ്രിൻസസ് സിൻഡ്രേല. കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒരു ഇമാജിനറി ലോകത്തിലേക്ക് അങ്ങ് നീങ്ങുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും അമ്മ വന്നിട്ട്, എടി പെണ്ണെ, നീ ഈ ഭക്ഷണം കഴിച്ച സ്ഥലം ക്ലീൻ ആക്കാണ്ട് വെച്ചേക്കണ എന്താ? അപ്പൊ അവള് റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു. പക്ഷെ അവൾക്കത് മനസ്സിലാവണില്ല അമ്മ പറഞ്ഞത്. അപ്പനും അമ്മയും പറയുന്ന ഭാഷ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല. കാരണം അവർ ഈ ഭാഷ മുഴുവനും സാധാരണ കേൾക്കുന്നത് മൃഗങ്ങൾ പറയുന്നതായിട്ടാണ്. മനസ്സിലാക്കണം, എന്തോ ഒരു വലിയ ഒരു. അപ്പോ ഈ കാർട്ടൂൺ ഇൻഡസ്ട്രി മുഴുവനും ഇങ്ങനെ ചെയ്യും. അങ്ങനെ മനുഷ്യ ഹൃദയത്തിലേക്ക്, ഇതിപ്പോ ഒരു വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്, മറ്റൊരു വിഭാഗത്ത് വയലന്റ് ആയിട്ടുള്ള ഭയങ്കര വയലൻസ് നിറയുന്ന കാർട്ടൂണുകളാണ്. ഇതെല്ലാം കുട്ടികളുടെ ഫോർമേഷനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഇരിക്കുകയാണ് കർത്താവ് പറയുന്നത്, ഈ ബൈബിളിൻ്റെ പ്യുവറായിട്ടുള്ള, അതിനകത്ത് അധികം അൺറിയലിസം ഇല്ലാണ്ട് റിയൽ ആയിട്ടുള്ള കാർട്ടൂൺ അഥവാ അനിമേഷൻ ഉണ്ടാക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഇപ്പോൾ ശക്തമായിട്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ലേറ്റസ്റ്റ് ഇന്നലെ രാത്രി ഞാൻ ഒരു കാർട്ടൂണിൻ്റെ ഫൈനൽ പ്രിവ്യൂ കണ്ടത് പാസ്സാക്കിയിരിക്കുകയാണ്. അത് ലാസർ ഉയർക്കുന്നതിൻ്റെയാണ്. അതുപോലെ തന്നെ മനോഹരമാണ്. അതെല്ലാം എന്തോരം സമയമെടുത്ത് ഈ ധ്യാനങ്ങൾ നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യണത്. അതിന് കഥ എഴുതണത്, അത് അവർക്ക് അയച്ചു കൊടുത്ത്, അത് അപ്പോൾ അവരതിൻ്റെ സ്റ്റോറി ബോർഡ് അയക്കും. അത് കാണണം, അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി അത് കാണണം, അതിൻ്റെ ഡയറക്ഷൻ മുഴുവനും ചെയ്ത് ഇതിനെ മനോഹരമാക്കി കർത്താവ്. അപ്പോൾ ഞാനിത് പറയുന്നത്, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഈ ഒരു ഫീൽഡിൽ, പക്ഷെ എന്തായിരിക്കാം എന്നെ കർത്താവ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കർത്താവിനെ ശ്രവിക്കുന്നത് കൊണ്ടും ഈ സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നത് കൊണ്ടാണ്. ആ വചനം വായിച്ചേ, ഇനി ആ വചനം വായിച്ചേ. സകലതും വിരചിക്കുന്നത് അവളാണ്. സകലതും വിരചിക്കുന്നത്. നമുക്ക് അനിമേഷൻ കാണിക്കണ്ടേ? അത് എങ്ങനെ കാണിക്കും? നാളേക്ക് ശരിയാക്കാം. നാളെ നമുക്ക് വൈകുന്നേരത്ത് ഈ ഫിലിം ഒരെണ്ണം കാണാം. അപ്പം നമുക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ, പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് വേറെ ഏതോ രാജ്യത്തുണ്ടാക്കിയതാണ്. ഇത് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയതല്ല, നമ്മുടെ തോമസ് പോളും കൂട്ടിയുണ്ടാക്കിയതാണ്. അതുമല്ല വാർണർ പ്രദേശും ഇവരൊക്കെ എന്ന് പറയണെങ്കിൽ അവരെ കൊണ്ടൊന്നും ഇത് ഉണ്ടാക്കിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറെ കാര്യം. എന്ന് പറഞ്ഞാൽ ലോകത്ത് പ്രസിദ്ധരായ എന്തോരം വലിയ അനിമേഷൻ കമ്പ്യൂട്ടർ കമ്പനികൾ ഉണ്ടായിട്ടും അവരാരും ഇത് ഉണ്ടാക്കിയിട്ടില്ല. അവരാരെ കൊണ്ടും ഇതുണ്ടാക്കാൻ കർത്താവ് അനുവദിച്ചില്ല എന്നുള്ളത്. കാരണം അതിൽ വചനത്തിൻ്റെ കൃത്യമായ മായം കലർത്താതെ കൃത്യമായി ബൈബിളിൻ്റെ സന്ദേശവും
സത്യവും പ്രചരിക്കുന്ന രീതിയിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെയധികം പ്രാർത്ഥിച്ച് ഈ വചനത്തിന്റെ അർത്ഥം അവിടെയാണ് മനസ്സിലാകുന്നത്. ഒന്ന് വായിച്ചത്, അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത് അവളല്ലാതെ ആരാണ്? അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ജർമ്മൻ ഭാഷയിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ടെലിവിഷൻ ചാനൽ. ജർമ്മൻ ആളുകൾക്ക് വേണ്ടി, അതായത് ഓസ്ട്രിയ, ജർമ്മനി ഭാഗത്തുള്ള ജർമ്മൻകാർക്ക് വേണ്ടി ജർമ്മൻ ഭാഷയിൽ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ അത് സാറ്റലൈറ്റ് ആയിട്ടില്ല, പക്ഷേ TV ഇൻ്റർനെറ്റിൽ നമ്മൾ കാണാം. എന്നാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എനിക്കോ നമ്മുടെ ടീമംഗങ്ങളിൽ ആർക്കും തന്നെ ജർമ്മൻ അറിഞ്ഞൂടാ. ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഞാൻ 10-12 വർഷമായിട്ട് ജർമ്മൻകാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും എനിക്ക് ജർമ്മൻ പഠിക്കാനും പറ്റുന്നില്ല, അത് ചെല്ലാനും പറ്റുന്നില്ല. എന്തോ ഒരു അവസ്ഥയാണ് നടന്നത്. ഇത് ഒരുപക്ഷെ ജർമ്മൻകാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം അവർ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയും. അവർ പെർഫെക്ഷനായിട്ട് ഇപ്പോൾ വചനമൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ അവർ ഒരു മാസം മുമ്പേ അവരെ ഇൻഫോം ചെയ്യണം. അവരതിനു വേണ്ടി പ്രാർത്ഥിച്ച് വചനമൊക്കെ എടുത്ത് പഠിച്ച് എഴുതി ഒരു നോട്ടായിട്ട് എഴുതിയിട്ട് വായിക്കും. നമ്മുടെ മാതിരി മൈക്കങ്ങ് പിടിച്ചാൽ വചനം വരിക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയാൽ മാത്രമേ സുവിശേഷ വേല ചെയ്യുള്ളൂ എന്നാണ് അവരുടെ വിചാരം തോന്നുന്നത്. അപ്പൊ അവർക്കൊരു ചോദ്യചിഹ്നമാകാൻ വേണ്ടിയായിരിക്കും. നോക്കും, ഈ തോമസ് പോൾ ജർമ്മൻ ഭാഷ ഒരു സ്വർഗസ്ഥനായ പിതാവ് പോലും ജർമ്മൻ ചൊല്ലാൻ അറിയാത്ത നമ്മളെ കൊണ്ട് കർത്താവ് ഇത്രയും സുവിശേഷ വേല ചെയ്യുന്നു. എത്ര അഡോറേഷൻ സെന്റർ ഉണ്ടാക്കിയിരിക്കുന്നു, എത്രായിരം CD DVD ആളുകൾ പ്രചരിപ്പിച്ചിരിക്കുന്നു, എന്തോരം ധ്യാനങ്ങൾ നടത്തി, എന്തോരം കുടുംബങ്ങൾ നവീകരിക്കപ്പെട്ടു. അതിനെ തുടർന്ന് ഇപ്പോൾ ജർമ്മൻ ഭാഷയിൽ ടെലിവിഷൻ ചാനൽ വരെ ഉണ്ടാക്കി. അതാണ് ജ്ഞാനം. ഞങ്ങളുടെ ഏറ്റവും സ്റ്റുഡിയോയുടെ അകത്ത്, അതും ഇവിടുത്തെ വലിയ സെൻട്രൽ പോയിന്റ് പോലെയുള്ള വിയന്നയിലെ ഏറ്റവും വലിയ മാർക്കറ്റ് പ്ലേസിലെ ഏറ്റവും വലിയ റോഡിൽ തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോവും കാര്യങ്ങളൊക്കെ. അവിടെ നമ്മുടെ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, ദൈവമേ ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടേ, ജ്ഞാനം തരണേ എന്ന് പറഞ്ഞ് ഒന്നും അറിയാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയും അവിടെ ഇവിടെ ഇട്ട് എന്തോ കുത്തുകയും ചെയ്യുമ്പോൾ സംഭവം വർക്ക് ചെയ്യണം. ആരെങ്കിലും ഇത് വിശ്വസിക്കുക? നമ്മുടെ വലിയ ചേച്ചിയാണ് അവിടുത്തെ ഇപ്പൊ പ്രധാന കമ്പ്യൂട്ടർ ഓർഗനൈസർ. 3L TV എന്നാണ് ഇതിന്റെ പേര്. 3L TV. 3 എന്ന് പറഞ്ഞാൽ 3, L 3L 3L L. അതിൻ്റെ അർത്ഥം ആ 3L ഈ 3 വാക്കുകളിൽ നിന്നാണ്. ലൈഫ്, ലൈറ്റ്, ലവ്. ലൈഫ്, ലൈറ്റ്, ലവ്. അപ്പോൾ അത് ജർമ്മൻ ഭാഷയിൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ലേബൻ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ്, ലവ് എന്ന് പറഞ്ഞാൽ ലീബെ. ലേബൻ, ലിസ്റ്റ്, ലീബെ. ആ ലേബൻ, ലിസ്റ്റ്, ലീബെ അല്ലെങ്കിൽ ലൈഫ്, ലൈറ്റ്, ലൈറ്റിന് 3L ആണ് ഈ 3L TV. അപ്പോൾ ഇപ്പോൾ സാധാരണ അതൊക്കെയാണ് കർത്താവിൻ്റെ പരിപാടി. ഇപ്പം നമ്മളൊരു സ്പിരിച്വൽ ചാനൽ നടത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗോഡ് ചാനൽ എന്ന് പറഞ്ഞാൽ ഗോഡ് ചാനലാണ്. ഇപ്പം അതിനെക്കുറിച്ചൊന്നും പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്തുള്ളത് ദൈവത്തെക്കുറിച്ചാണെന്നുള്ളത് കൃത്യമാണ്. ഒന്ന് കൈവീശി കാണിച്ചെല്ലാവരും. ഇപ്പോൾ അവിടുത്തെ പ്രശ്നം ദൈവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയണ്ട എന്നുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. അതിപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ക്രിസ്തീയ രാജ്യമായ ഈ ജർമ്മനിയും ഓസ്ട്രിയയിൽ 90% പേരും മാമോദീസ സ്വീകരിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ ഒരു 10% പോലും പള്ളിയിലും വരുന്നില്ല, പ്രാക്ടീസ് ചെയ്യുന്നില്ല അവരാണ്. അപ്പം അവരുടെ മധ്യത്തിൽ നമ്മൾ
ഗോഡ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നോക്കുമ്പോൾ ഗോഡ് ചാനലോ എന്ന് പറഞ്ഞാൽ തട്ടിക്കളയും. അവർക്കത് കാണുമ്പോൾ ഒരു ആകർഷണം ഒന്നും തോന്നിയിട്ടില്ല. ദൈവികമായിട്ടുള്ള എന്താണെന്ന് ആദ്യം അവർ കണ്ടാണെങ്കിൽ അത് വേണ്ട, എനിക്ക് എൻ്റെ കാര്യം ഐ ഹാവ് എവരിത്തിങ്, എനിക്കെല്ലാം ഉണ്ട്, എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോഴാണ് ഇപ്പോൾ ഈ 3L TV എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിഞ്ഞില്ല. അപ്പോൾ ഒരാകാംക്ഷയാണ്, മനസ്സിലായി? അതെന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷയിലൂടെ അവൻ ഇതിൻ്റെ അകത്ത് കയറണം. അങ്ങനെ അകത്ത് കയറി സാവധാനം മനസ്സിലാവുകയാണ് 3L എന്ന് പറയുന്നത് ലൈഫ് ലൈറ്റ് ലവ്. നല്ല കാര്യമുണ്ടോ അല്ലേ? ആർക്കാ വേണ്ടാത്തതില്ലേ? എല്ലാവർക്കും സ്നേഹം വേണം, എല്ലാവർക്കും പ്രകാശം വേണം, എല്ലാവർക്കും ലൈഫ് വേണം. ഇനി അടുത്ത പടി ചെല്ലുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ലൈഫ് എന്ന് പറയുന്നത് ഗോഡ് ദ ഫാദർ ആണെന്നും, ലൈറ്റ് എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണെന്നും, ലവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണെന്നും. അപ്പോഴേക്കും അവർക്ക് അതിനോടൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് കഴിയും. അപ്പൊ ഏതാണ് ആ വചനം? ഇതെല്ലാം ആ വചനമാണ്. എന്താ? അറിവ് പ്രവർത്തനക്ഷമമാണെങ്കിൽ സകലതും വിരചിക്കുന്നത്. എല്ലാവരും കർമ്മീർത്തിയേറ്റ് പറഞ്ഞുകൊണ്ട് സകലതും വിരചിക്കുന്ന അവളല്ലാതെ ആരാണ്? അപ്പൊ നമ്മളിലൂടെ കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ നമ്മളൊരു നമ്മുടെ മനസ്സിനെ യോജിച്ചുന്ന എന്തോ ഒരു ശുശ്രൂഷയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ അതല്ലായിരിക്കാം ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ കേരളത്തിൽ ഒരറ്റം മുതൽ അറ്റം വരെ വളരെ ശക്തമായ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മീററ്റിൽ സൽദാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഡൽഹിക്ക് അപ്പുറത്ത്, അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ അവിടെ മനോഹരമായ മാതാവിൻ്റെ ഒരു പള്ളി, ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പള്ളി. അവിടെ അതോടൊപ്പം ഒരു ഇറ്റാലിയൻ അച്ഛനെ വള്ളി ഊരിയെടുത്ത് കഴുത്തിൽ കുരുക്കിട്ട് കൊന്ന ഒരു കബറിടം. അതേ ദാത്തൂസ് എന്നാണ് അച്ഛൻ്റെ പേര്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു കാപ്പുച്ചിൻ പ്രീസ്റ്റ്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. യൂറോപ്പിൽ നിന്ന് വന്ന ഒരു മിഷനറിയെ ആ മണ്ണിൽ വെച്ച് അദ്ദേഹം തന്നെ വളർത്തിയെടുത്ത ഒരു അനാഥ, എന്തോ മാനസിക പ്രശ്നമായിട്ടാകാം, എന്തോ ആയിക്കൂടാ, അദ്ദേഹത്തെ ഒന്നുമില്ല. ഞാൻ ആ കബറിടത്തിൻ്റെ അടുത്ത് മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായ ഒരു സ്വരം കേൾക്കുകയാണ്. ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് നിരവധി പേർ വന്ന് ഈ നാടിന്, ഈ ജനതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവൻ ബലികഴിച്ചു. അതിന് പ്രത്യുത്തരമായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിനെ നന്ദിയായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ പറഞ്ഞു, അത് വലിയൊരു കാര്യമാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. വേറെ ഒന്നും എനിക്കപ്പോൾ പറയാൻ തോന്നില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒച്ച കേൾക്കുകയാണ്, നിനക്ക് ക്യാൻ യു കം ടു യൂറോപ്പ് ആൻഡ് ഹെൽപ്പ് അവർ പീപ്പിൾ? നിനക്ക് യൂറോപ്പിൽ വന്ന് ഞങ്ങളുടെ ജനതയെ സഹായിക്കാമോ? ഇതെപ്പോഴും ഞാൻ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ വലിയ ഒരു എമോഷൻ. ഇന്ന് യൂറോപ്പ് തളർന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങളെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ മണ്ണോട് ചേർന്നിരിക്കുന്നു. നിനക്ക് യൂറോപ്പിൽ വന്ന് ഞങ്ങളുടെ ജനതയെ സഹായിക്കാമോ? ഇത് ഭയങ്കര ഒരു ശക്തമായ തള്ളലായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു, യെസ്, അതാണ് ദൈവഹിതമെങ്കിൽ റെഡി. അപ്പോൾ നമ്മളിവിടെ വലിയ ആകർഷണത്തിൽ ഒരുപാട് ജനപ്രീതി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് കർത്താവ് നമ്മളെ അതിൻ്റെ എല്ലാം, ഇവിടുത്തെ ഈ വിശ്വാസത്തിൻ്റെ എല്ലാം
ഉറവിടമായ ഇവിടെ വന്ന മിഷനറിമാർ വന്ന ആ രാജ്യത്തെ നമ്മൾ പോയി സഹായിക്കാൻ കടപ്പെട്ടവരാണ് എന്നാണ് ഇന്നും അത് തന്നെ എൻ്റെ ബുദ്ധി. എന്തോരം മിഷനറിമാരാണ് യൂറോപ്പിൽ നിന്ന് ഇവിടെ വന്നത്. ഇന്നും യൂറോപ്പിൻ്റെ സഹായത്തിലാണ് എല്ലാ രൂപതകളും, നിരവധി കോൺവെന്റുകൾ, നിരവധി പ്രസ്ഥാനങ്ങളെല്ലാം ഇന്നും നടക്കുന്നത് അവിടുത്തെ സഹായത്തിലൂടെ തന്നെയാണ്. പലതരത്തിൽ അവിടെ നമ്മുടെ വൈദികരെ പഠിപ്പിക്കുന്നതൊക്കെ അവിടുത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ്. അപ്പോൾ ഇതാണ് എനിക്കെന്നാൽ യൂറോപ്പിൽ ആരും അറിയാത്ത സമയത്താണ് ഇത് പറയുന്നത്. ഒരു മനുഷ്യൻ ഞാനങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. ഈ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ ജനത, കോടാനുകോടി ജനങ്ങൾ ഇവിടെ യേശുവിനെ അറിയാനുണ്ടല്ലോ, ഇനി വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ വിചാരമായിരുന്നത്. പക്ഷേ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത അവിടേക്ക്, ഒരാളെ പോലും പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് കർത്താവെന്ന് കൊണ്ടുപോവുകയാണ്. ആരെ ആശ്രയിച്ചുകൊണ്ട്? അവിടെ ആരെങ്കിലും ഒരാൾ നമുക്ക് കിടപ്പടം തരുമെന്നോ, ഒരാൾ നമ്മളെ സഹായിക്കുമെന്നോ, ഒരാൾ നമുക്ക് ചെലവ് തരുമെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല അങ്ങോട്ട് ചെല്ലുന്നത്. ഇന്നും അങ്ങനെ തന്നെ. പക്ഷേ കർത്താവ് അവിടെ വലിയ കാര്യങ്ങൾ ആ ജനതയിൽ നടത്തി. അപ്പോൾ ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ഏതോ കുറച്ച് ശുശ്രൂഷകൾ പലതും ചെയ്യുന്നു. ഈശോ തന്നെ പറഞ്ഞു, നീ ഈ ശുശ്രൂഷയിൽ വളരെ വിജയിച്ചിരിക്കുന്നു, നിനക്ക് തന്ന